ഹലോ, നമ്മുടെ ആ റംബൂട്ടാൻമേ കടിച്ച് തിന്നിരുന്നത് കാട്ടുപന്നിയല്ല, കടിച്ച് തൊലി പൊളിച്ചതും ഓടിച്ചിട്ടതും മാനാണ്. മാനിനെ ഇവിടെ അടുത്ത് കണ്ടു എന്ന് ആൾക്കാർ പറഞ്ഞു. അപ്പോൾ ചാക്ക് കെട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ മുന്നത്തെ വീഡിയോയിലുണ്ട്. റംബൂട്ടാൻ്റെ തടിയുമ മൊത്തം നമ്മൾ ചാക്കുകൾ കെട്ടി കേബിൾ ടൈ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ തൊലി പൊളിയോ അല്ലെങ്കിൽ ഒടിഞ്ഞു വീഴുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വേറെ നമ്മുടെ കുളത്തിൽ കുറച്ച് അസോള ഇട്ടുണ്ടായിരുന്നു. ആ അസോളയൊക്കെ പയ്യെ ഇങ്ങനെ പൊടിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള അക്വപോണിക്സിൽ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികളെ നമ്മൾ കൊണ്ട് ഈ കുളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരും ഇപ്പോൾ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിട്ട അസോള. അപ്പോൾ ഈ അസോള ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് സ്പ്രെഡായി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനത്തിനെ കോഴിക്കും താറാവിനും ഒക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചുള്ളൂ, ഇതൊന്ന് സ്പ്രെഡായി വരണം. കുളത്തിൽ അത്യാവശ്യം നല്ലോണം വെള്ളമുണ്ട്. ഇനിയിപ്പോൾ നല്ല ഒരു 5-6 മഴ കിട്ടി കഴിഞ്ഞാൽ അത്യാവശ്യം വലുതാവും. പിന്നെ നമ്മുടെ കുളത്തിൻ്റെ സൈഡിലൊക്കെ ആടിനൊക്കെ കൊടുക്കാനായിട്ട് നമ്മളിങ്ങനെ പ്ലാവും തൈ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പയ്യെ പൊടിച്ച് കയറി വരുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് പോയിട്ടുണ്ട്, എന്നാലും അങ്ങായിട്ട് ഓരോന്നായിട്ട് പൊടിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ റംബൂട്ടാൻ്റെ ഇതുപോലെ നമ്മൾ ചാക്ക് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാക്ക് കെട്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നിനും ഒരു കംപ്ലൈൻറ്റും വന്നില്ല.